കുട്ടി നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷനും ഈ ലൊക്കേഷനായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതായത് നേരെ എതിർവശത്താണ്. അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പാരൻസ് ആരെങ്കിലും കാണും. കാരണം ഞങ്ങൾ 40 പേരടങ്ങുന്ന ഒരു സംഘം പാലക്കാട് നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു. അവരാദ്യമേ എത്തുന്നത് കർണാടകയിലെ ഹംപി എന്ന സ്ഥലത്ത്. ഹംപിയിൽ നിന്ന് അവർ ചിക്ക്മാംഗ്ലൂരു എത്തി. ചിക്ക്മാംഗ്ലൂരുവിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് ആ 40 പേരടങ്ങുന്ന സംഘത്തിലെ ഒരു പെൺകുട്ടിയെ കാണാതെയാകുന്നു. ശ്രീനന്ദ. ഇന്ന് ആ പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തുന്നു. ആ പെൺകുട്ടിയുടെ പാരൻസ്, ആ പെൺകുട്ടിയുടെ കൂടെ യാത്ര ചെയ്തിരുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയുന്നു, ആ പെൺകുട്ടിയുടെ മരണത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ട് എന്ന്. ആ പെൺകുട്ടിയുടെ ശരീരം കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്ത് മുറിവുകളുണ്ടോ എന്നുള്ളൊരു കാര്യം പോലും ഇതുവരെയായിട്ടും ആരും ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. കാരണം പോലീസുകാർ ഈ ശരീരം കണ്ടുടനെ പറയുന്നത് ആ പെൺകുട്ടി കൊക്കയിലേക്ക് വീണ് ഇല്ലാതായത് എന്നാണ്. ഏകദേശം 1500 അടി താഴ്ചയിലേക്ക് വീഴുന്ന ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിലുള്ള മുറിവുകൾ കാണും. എന്നാൽ ഇതുവരെ ഒരു മാധ്യമങ്ങൾ വഴിയും ആ പെൺകുട്ടിയുടെ ദേഹത്തെ മുറിവുകളെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സംശയങ്ങളാണ്. ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ, ആ പെൺകുട്ടിക്ക് എന്തോ ലഹരിയൊക്കെ കൊടുത്ത് ആരൊക്കെയോ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കി എന്നൊക്കെ. ഇതിലെന്താണ് സത്യം? നമുക്ക് വളരെ ആഴത്തിൽ തന്നെ ഇറങ്ങിയൊന്ന് ഈ വിഷയത്തെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ആദ്യമേ ഈ പെൺകുട്ടിയുടെ കൂടെ ആ യാത്രയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഒരിക്കലും ഈ പെൺകുട്ടി സ്വയമേ ഇല്ലാതായതായിരിക്കില്ല. ഇനി അബദ്ധവശാൽ മേളിൽ നിന്ന് താഴത്തേക്ക് വീണതാണോ എന്നുള്ളൊരു ചോദ്യം കുറേ ആളുകൾക്ക് വരും. എന്നാൽ അവിടെയും ഒരു ചോദ്യചിഹ്നമുണ്ട്. എന്തുകൊണ്ടാണെന്നല്ലേ? ഇതൊന്ന് കേൾക്കൂ നിങ്ങൾ. ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം, എന്നിട്ട് വോയിസ് കേൾപ്പിക്കാം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വാട്ടർഫാളിൽ നിന്ന് അതിന് മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ 5:20 കുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5:20 അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ അതിനുശേഷം കുട്ടി മുകളിലേക്ക് കയറി വന്നു. കുട്ടികൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് അവർ നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. അതിന് പിറകെ 5:26 ഞാൻ വാട്ടർഫാൾ കൊണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഈ കുട്ടിയും ഇവരാരും ഇല്ല. ഞാൻ താഴത്ത് പോകുമ്പോൾ ഇവരുണ്ട്, വരുമ്പോൾ ഇവരാരും അവിടെ ഇല്ല. നിങ്ങൾ വലിയച്ഛനാണ്? അതെ, വലിയച്ഛനാണ്. അച്ഛൻ്റെ ഏട്ടനാണ്? അതെ. ഇപ്പൊ അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാ? അവിടുന്ന് ലഭിക്കുന്ന ഇപ്പോൾ ബോഡി കിട്ടുന്ന ഡ്രോണിന്റെ വിഷ്വൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇവർ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുട്ടിയുടെ ബോഡിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അത് കുറെ താഴെയാണ്, അങ്ങോട്ട് ഇറങ്ങി പോകാൻ വഴിയില്ല. കുറച്ച് അപ്പോൾ ഡ്രോൺ വിഷ്വലാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഇറങ്ങി എത്തണം. അതെ അതെ. അത് ഒരുപാട് താഴ്ചയിലാണല്ലേ? ഒരുപാട് താഴ്ചയിലാന്ന് പറയുന്നു. കുട്ടി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതിനുള്ള സമയം കുട്ടിക്ക് കിട്ടിയില്ല. കുട്ടി നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷനും ഈ ലൊക്കേഷനായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതായത് നേരെ എതിർവശത്താണ്. അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പാരൻസ് ആരെങ്കിലും കാണും. കാരണം ഞങ്ങൾ ഇതാണ് മെയിൻ പോയിന്റ്. ഇദ്ദേഹം ഈ പറയുന്നത് കുറച്ച് നേരത്തെ മെയിൻ സ്ട്രീം ചാനലുകളിൽ വന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ആ കുട്ടിയുടെ ബോഡി അതിൻ്റെ അടുത്തേക്ക് ആളുകൾ എത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ചെന്നു, ആ കുട്ടിയെ ശരീരം കിട്ടി, പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിയെ അവസാനമായി ഇവർ കണ്ട ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ എതിർവശത്ത് ആലോചിക്കുക, അതിൻ്റെ എതിർവശത്ത് താഴ്ചയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ശരീരം കണ്ടെടുത്തിരിക്കുന്നത്. വളരെ കുറച്ച്, ഏകദേശം 15 മിനിറ്റ് കൊണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5:20 ഈ പെൺകുട്ടി ഇവരുടെ സുഹൃത്തുക്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5:35 ആയപ്പം 15 മിനിറ്റ് കൊണ്ടാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. ആ 15 മിനിറ്റ് കൊണ്ട് എന്താണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ താഴെയാണ് ഈ പെൺകുട്ടിയെ കിട്ടിയെന്ന് പറയുന്നത്. അതിൻ്റെ മേളിലേക്ക് ഈ പെൺകുട്ടിക്ക് 15 മിനിറ്റ് കൊണ്ട് വലിഞ്ഞു കയറാൻ പറ്റില്ല. അങ്ങനെ വലിഞ്ഞു കയറിയെങ്കിൽ മാത്രമേ അവിടുന്ന് താഴെ വീണ് സ്വയമേ ഈ പറയുന്നൊരു സംഗതി നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഈ പെൺകുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിലോ? പ്രത്യേകിച്ച് വേറൊരു കാര്യം അറിയാൻ സാധിച്ചു.
ആ ശരീരത്തിന്, ഇപ്പോൾ കിട്ടിയ ശരീരത്തിന് അധികം പഴക്കമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 7-ാം തീയതി കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണ് കാണാതെയാകുന്നത്. 2 ദിവസമായി. ഈ 2 ദിവസത്തിൻ്റെ ഒരു പഴക്കം ആ ശരീരത്തിനില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ആ പെൺകുട്ടിയെ ആരോ അന്ന് കൊണ്ടുപോയി. അതിനുശേഷം ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചതായിക്കൂടെ ഒരു സംശയമാണ്. ഇനി നമുക്ക് വേറൊരു ചാനലിൽ വന്ന വാർത്ത കേൾക്കാം. കേൾപ്പിക്കുന്നതേ ഉള്ളൂ, കാണിക്കുന്നില്ല. കാരണം പണി കിട്ടും, അതുകൊണ്ടാണ്. നിങ്ങൾ കേൾക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. അതായത് ആ പെൺകുട്ടിയുടെ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും വാർത്താ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നവരും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു തരാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിവിടെ വിലയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഊഹാപോഹങ്ങൾ, ഞാനൊരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന ചില ഡൗട്ടുകൾ അത് ഞാൻ ഷെയർ ചെയ്യും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ തോന്നാം. ഇല്ലെങ്കിൽ ഈ വിഷയം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. അതും നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് താഴെ പറയുക. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇതിൽ ഒരു കടയുണ്ട് സമീപം. ഈ ഡോഗ് സ്ക്വാഡ് അതിങ്ങനെ പരിശോധിച്ച് വന്ന് ആ കടയുടെ മുമ്പിലെത്തി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല ഈ ഡോഗ്. അപ്പോൾ അതാണ് അവരൊരു സംശയമായി പറയുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് കൂടുതൽ അന്വേഷണം പോലീസിൻ്റെ പോയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ട ഒരു പ്രതികരണത്തിൽ ഈ ബന്ധു പറയുന്നത് മൃതദേഹത്തിനധികം പഴക്കമില്ല എന്നുള്ളതാണ്. ഒപ്പം അവരൊക്കെ പറയുന്നുണ്ട് ഏതാണ്ട് 5-6 മിനിറ്റിനകത്താണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഒപ്പം ഈ പറയപ്പെടുന്ന സ്ഥലത്തടക്കം നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനെ അവിടെ ഒരു മൃതദേഹം വന്നത് എന്നടക്കമുള്ള സംശയങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ കൂടുതൽ അവരൊക്കെ ആയിട്ട് ആദ്യത്തെ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ ഒരു അനുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു സംശയങ്ങൾ കൂടുതലായി എന്തൊക്കെയാണെന്നാണ് ആദ്യത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കൾക്ക് എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കടയുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. അതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയൊക്കെ അവിടെ പോയി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു കയറി പകുതി വെച്ചിട്ടാണ് ഇവർ ഫോട്ടോ എടുക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഈ കുട്ടിയെ കാണാതെയാകുന്നത്. ബാക്കിയുള്ളവർ മേളിലെത്തി. ഈ പെൺകുട്ടി പ്രോപ്പറായിട്ട് മേളിലെത്തിയിട്ടില്ല, പകുതിക്ക് വെച്ച് മിസ്സായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പകുതിക്ക് വെച്ച് മിസ്സായ ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ഓപ്പോസിറ്റ് സൈഡിൽ, നിങ്ങൾ ആലോചിക്കണം, ആ പെൺകുട്ടി അവസാനമായി കണ്ട സ്ഥലത്തല്ല, അല്ലെങ്കിൽ അവിടുന്ന് താഴത്തേക്കല്ല ഈ പെൺകുട്ടി വീണിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ആളുകൾ പറയും അവിടെ മേളിലെത്തി കാണും ആ പെൺകുട്ടി അവിടുന്ന് താഴത്തേക്ക്. പക്ഷേ അവിടുന്ന് താഴത്തേക്ക് വീണാലും ആ ഒരു സൈഡിലെ ഈ പെൺകുട്ടിയുടെ ശരീരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് അവിടുന്നല്ല കിട്ടിയിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഈ പെൺകുട്ടിയുടെ കൂടെ അവസാനം 2 കൂട്ടുകാരുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, 2 ബന്ധുക്കൾ, പെൺകുട്ടികൾ. അവര് ഈ പെൺകുട്ടിയെ, ഈ നമ്മുടെ ശ്രീനന്ദയെ അവിടെ നിർത്തിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയതാണ്. മനസ്സിലായോ? ആ ഗ്യാപ്പിലാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. ഒരിക്കലും അവരെ 2 പേരെയും വിട്ടിട്ട് ശ്രീനന്ദ ഒറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ സാധ്യതയില്ല. അതാണ് എല്ലാവരും ആദ്യമേ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ കേസ്, ഈ ഒരു വിഷയം നടന്നിരിക്കുന്നത് ചിക്ക്മാംഗ്ലൂരിലാണ്, കർണാടകയിലാണ്. അവിടുത്തെ പോലീസുകാരായിരിക്കും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും, ആ പെൺകുട്ടിക്ക് നീതി കിട്ടുമോ? ഇനി എന്തെങ്കിലും ആ പെൺകുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ, ഒരു കടയുടെ കാര്യം പറയുന്നല്ലോ, പോലീസ് ഡോഗ് അവിടെ വരെ വന്നു, അവിടേക്ക് ഒരുപാട് ഭിക്ഷക്കാരുണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. അവരാണോ? ഇനി വേറെ ആരെങ്കിലും ഹംപിയിൽ നിന്ന് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? നമുക്കറിയില്ല. ഹംപിയിൽ നിന്ന് ആരെങ്കിലും ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പോയിന്റിൽ, ആ ഒരു വ്യൂ പോയിന്റിൽ ഈ പെൺകുട്ടിയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം. ഈ പല കഥകൾ കേൾക്കുമ്പോൾ നാട്ടുകാർ, അല്ലെങ്കിൽ നാട്ടുകാരെന്ന് പറയുന്നില്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പല കാര്യങ്ങൾ പറയുമ്പോൾ സംശയങ്ങൾ തോന്നുന്നു. എന്താണെങ്കിലും ബാക്കിയുള്ള ചില ആളുകൾ കൂടെ ഉണ്ട്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ, നാട്ടിലെത്തി അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ശാലിനി, ഇപ്പോൾ ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന 2 പേർ, ഈ യാത്ര പോകുന്നത് കുട്ടിയുടെ ബന്ധുക്കൾ മാത്രമായിരുന്നില്ല, അയൽവാസികളും പ്രദേശവാസികളും ഉൾപ്പെടുന്ന ഒരു 40 പേരുടെ സംഘമാണ്. അതായത് ഇവിടെ ക്ഷേത്രത്തിൽ, ഇവിടെ ഈ സമീപ പ്രദേശത്തുള്ള ഈ കടമ്പഴിപ്പുറത്തെ ഒരു ക്ഷേത്രത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. അങ്ങനെ വർഷാവർഷം അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ സന്തോഷകരമായ ഒരു യാത്രയ്ക്ക് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒന്നിച്ച് ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 2 പേർ ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ ഏറ്റവും അവസാനം
അവസാനം ശ്രീനന്ദ എടുത്ത, ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ കാണാതായി എന്ന് ബന്ധുക്കളും ഒപ്പം ഉണ്ടായിരുന്നവരും തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിന് തൊട്ട് 5 മിനിറ്റ് മുൻപെടുത്ത ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നവരാണ് ഇവർ രണ്ടുപേരും. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാനാകും. ചേട്ടാ, ഫോട്ടോയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ചേട്ടന്റെ ഭാര്യയൊക്കെയാണ് അല്ലേ? ഭാര്യ ഉണ്ടായിരുന്നു. അതായത് ചേട്ടന്റെ ഭാര്യ എല്ലാം അവരുടെ ചെറിയ അമ്മയും കൂടി എടുക്കുന്ന ഫോട്ടോയില് ആ കുട്ടരെ എന്തെങ്ങനെ തിണ്ടിലിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ചേട്ടനൊക്കെ താഴെയായിരുന്നു അല്ലേ? ഞാൻ ആ സമയത്ത് ഭാര്യയുടെ ഒപ്പം അതായത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുട്ടികൾ ആ വ്യൂ പോയിന്റിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോഴും ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് മുകളിലേക്ക് കയറി. മിനിറ്റുകൾ മാത്രം, ചുരുങ്ങി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. ചേട്ടന്റെ ഭാര്യയൊക്കെ അപ്പം മോളുടെ കൂടെ ഉണ്ടല്ലേ? അമ്മയുടെ കൂടെ ഉണ്ട്, ആ ഫോട്ടോയിലുണ്ട്. എന്താണ് ഭാര്യയൊക്കെ പറഞ്ഞത്? എന്താണ്? ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത്. എന്താ വെച്ചാല് ഈ കുട്ടിയെ അവരങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറില്ല. അവരെന്തോ അവിടെ ചിലപ്പോൾ നടന്നു വന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ അവരിങ്ങനെ മേലോത്തേക്ക് വരുന്ന ഈ ഭാഗത്തേക്ക് ഒരു 200 മീറ്ററോളം വ്യത്യാസം ഉണ്ടാകും ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത്. ചേട്ടൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ സമയം മനസ്സിലാക്കിയത് ഈ 5 എരിവിന് എടുക്കുന്ന ഫോട്ടോയില്, ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില് ഈ കുട്ടി അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ആ സമയത്ത് ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ, ഈ പരിസരത്ത് ഞാൻ അടക്കമുള്ള സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഈ ബോഡി കണ്ടെത്തിയ ഭാഗത്തുണ്ട്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് 5 എരിവിന്റെ ഫോട്ടോ എടുക്കുന്ന വീണതല്ല, ആ കുട്ടി ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ കുട്ടിയെ സമയത്ത് അവിടെ ഇല്ല. ആ 5 എരിവിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ഈ കുട്ടീനെ അന്വേഷിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അന്വേഷിക്കാൻ തുടങ്ങുക. ആ ഒരു ഫോട്ടോ ഈ വെള്ളിനേടിയിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞാനും ഇതാണ് നേരത്തെ പറഞ്ഞത്. അതായത് 5:20 എടുക്കുന്ന ഫോട്ടോയിൽ ആ പെൺകുട്ടിയുണ്ട്. 5:35 വെറും 15 മിനിറ്റ് ഗ്യാപ്പിൽ ആ പെൺകുട്ടിയെ കാണാതെയായി. മനസ്സിലാക്കണം. അതിനുശേഷം എല്ലാവരും അന്വേഷണം തുടങ്ങി. അപ്പോൾ തന്നെ തുടങ്ങിയ അന്വേഷണം. ഇനിയിപ്പോൾ ആ പരിസരം മൊത്തം, അവിടെ ഇപ്പോൾ ആരെങ്കിലും ആ ഒരു പരിസരത്ത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിൽ ഉറപ്പായിട്ടും അവരാരെങ്കിലും കണ്ടേനെ. മനസ്സിലായില്ലേ? ഇതല്ല സംഭവിച്ചിരിക്കുന്നത്. ആരോ ആ പെൺകുട്ടിയെ അവിടുന്ന് ആ സമയത്ത് മാറ്റി. അതിനുശേഷം അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഇന്നലെ ആയിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം അവിടെ ഡംപ് ചെയ്തു. അങ്ങനെയാണ് എനിക്കിതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇല്ലേ, വെറും 15 മിനിറ്റ് കൊണ്ട് ആ പരിസരത്തു നിന്ന് എന്താണെങ്കിലും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കൊന്നും ആ പെൺകുട്ടിക്ക് പോകാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പരിസരത്ത് അന്വേഷിക്കുമ്പോഴോ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു കിട്ടിയേനെ. പക്ഷേ ഇവിടെ ആ പെൺകുട്ടിയെ കാണാതായിട്ട് 2 ദിവസങ്ങൾക്കിപ്പുറമാണ് ആ പെൺകുട്ടിയുടെ ശരീരം കണ്ടുകിട്ടുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കുട്ടർ അമ്മയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗത്ത് നിന്ന് കയറി വരികയാണ്. ഇപ്പൊ ഈ സംരക്ഷണ ഭിത്തിയൊന്നും ഇല്ല അവിടെ. കുറച്ച് സ്ഥലത്ത് കൂടെ ഒക്കെ പോവുക. പിന്നെ കുറച്ചും കൂടി മോശപ്പെട്ട സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിങ്ങനെയൊക്കെ ആൾക്കാർ പോയതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ കുട്ടികൾക്കൊക്കെ പോവാം. കുട്ടി ആ ഭാഗത്ത് ഈ കുട്ടിയെ കുട്ടി അവിടെ ഫോട്ടോയിലുള്ള സമയത്തും കുട്ടിയെ അന്വേഷിക്കുന്ന സമയം കൂടി കണക്കാക്കുമ്പോൾ ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരും കുട്ടിയുടെ രക്ഷാകർത്താവ് അടക്കം ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ CCTV നിങ്ങൾ പറഞ്ഞില്ലേ, കൗണ്ടറിൽ പോയി CCTV കാര്യം നിങ്ങൾ ചോദിച്ചു? അല്ല, അത് അവരാണ് ചോദിച്ചത്, ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഒരു മാണിക്കത്താരേക്ക് പോകണതിന് 5 ഉറുപ്പിക ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ കറണ്ട് ഇല്ല, അത് കാരണം CCTV വർക്കാവില്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. പാർക്കിംഗ് ഏരിയയുടെ അടുത്താണോ ഈ നിങ്ങൾ സംശയം ഉന്നയിക്കുന്ന ഈ കടകളുള്ളത്? പാർക്കിംഗ് ഏരിയ ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇത് നമ്മുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ വരും. പ്രത്യേകിച്ച് CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഇത് നടക്കുന്നത് കർണാടകയിലാണ്. പോലീസുകാരുടെ അന്വേഷണം തന്നെ ഈ ഒരു കേസിൽ എത്രത്തോളം നല്ല രീതിയിൽ നടക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരെത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കി വിടാനേ നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുന്ന് അവിടെ പോയി പോലീസുകാർ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? CCTVയുടെ കാര്യം പോലും ഇല്ല, വർക്കിംഗ് അല്ല. ആരോട് ചോദിക്കാനാ? കറണ്ട് പോലും ഇല്ല അവിടെ. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു വ്യൂ പോയിന്റ്, പൈസ വെച്ച് ആളുകൾ താഴെ വാട്ടർഫോളിൽ പോയി ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പോകുന്ന വഴിക്കൊക്കെ സത്യം പറഞ്ഞ CCTV ക്യാമറ വേണ്ടതാ. അതൊന്നും ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കിയ ആരോ തന്നെ ആ കുട്ടിയെ ഉപദ്രവിച്ചതാണോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെ കിടക്കുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം.
നേരെ ഓപ്പോസിറ്റ് എത്തുന്നതിന്റെ മുന്നേ. ആ കടകളിലേക്ക് നിങ്ങൾക്ക് സംശയം പോകാൻ കാരണം എന്താണ്? ഞങ്ങൾ അവിടെ മൊത്തം സെർച്ച് ചെയ്തേ, മലയുടെ മുകളിലും അവിടെയും ഇവിടെയും എല്ലാ ഭാഗത്തുകൂടി സെർച്ച് ചെയ്തു. അപ്പൊ കടരാജ്യം ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ ശേഷം കടകളെല്ലാം അടച്ചുപോയി, പെട്ടെന്ന് അടച്ചുപോയി. കടകൾ അടച്ചുപോയി, ലൈറ്റുകളൊന്നും ഇല്ല അവിടെ, കറണ്ടുകളില്ല. അപ്പൊ കടകളെല്ലാം പെട്ടെന്ന് അടച്ചുപോയി. നിങ്ങൾ പറഞ്ഞില്ലേ പോലീസിനോടൊക്കെ? പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു. പോലീസുകാർ ഞങ്ങളെ പെട്ടെന്ന് അങ്ങ് അവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മൊത്തത്തില്. ഈ പരാതി പറഞ്ഞപ്പോ അവരെന്താ പ്രതികരിച്ചത്? ഈ കടകളിലെ ആളുകളുടെ സമയത്ത് ഞങ്ങൾ അല്ല, കടകളൊക്കെ ഞങ്ങള് ഈ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അടച്ചുപോയി. അപ്പൊ ഞങ്ങൾ ഡോഗ് സ്ക്വാഡ് അവിടെ എത്തി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സംശയം? ഇവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കടകൾ അടച്ചുപോയി. അതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് പെർസ്പെക്റ്റീവിലൂടെ കാര്യം കാണാം. ഒന്ന്, വൈകുന്നേരം 5:45 ടൈമായി, ഒരു വാട്ടർഫാൾ, ഒരു എക്കോ പോയിന്റ്, ഒരു വ്യൂ പോയിന്റ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പരിധി കഴിഞ്ഞാൽ രാത്രിയിൽ കടകൾ കാണില്ല. അവിടുന്ന് മാക്സിമം ആൾക്കാർ ഒഴിഞ്ഞു പോകാനേ നോക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെയുള്ള കടക്കാരൊക്കെ ഒത്തുചേർന്ന് തിരയാൻ കൂടേണ്ടതാണ്. പക്ഷെ അവർ നിന്നില്ല. രണ്ട് രീതിയിൽ, ഒന്നുകിൽ അവിടെയുള്ള ഏതോ ഒരു കടക്കാരൻ ഇതുമായിട്ട് ബന്ധമുണ്ട്, ഒന്നുകിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയാകുന്നു, അവർക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. അതുകൊണ്ട് അവർ പെട്ടെന്ന് കടയടച്ച് പോയി. പിന്നെ പോലീസുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്നും നടക്കത്തൊന്നുമില്ല. അവരിവിടെ ഒഴിവാക്കുക, എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ അവിടുന്ന് ഒഴിവാക്കാനേ അവർ നോക്കുകയുള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് വലിയ സഹായമൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല, ഇനി അങ്ങോട്ട് കിട്ടുമെന്നും വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ബാക്കി കേൾക്കാം. പിന്നെ കുട്ടി ആ ഭാഗത്തേക്ക് വിടാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഈ കുട്ടി ആ ഭാഗത്തേക്ക് പോവാതെ തന്നെ അവിടെ ഒരു ഭിക്ഷാടനക്കാർ താമസിക്കുന്ന ഒരു 4-5 റൂമുള്ള ഒരു എൽ ഷേപ്പിൽ ചെറിയൊരു പ്രദേശവാസികളോട് താമസിക്കാണ്. പക്ഷെ അവരത് തുണിയൊക്കെ വെച്ചിട്ടാണ് മറത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ കുട്ടിയുടെ അമ്മ അടക്കം എല്ലാവരും ആ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചു. ആദ്യമൊക്കെ അവർക്ക് സഹകരിച്ചില്ല. പിന്നീട് എല്ലാവരും ആ ഭാഷ അറിയുന്നവരൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവർ സഹകരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സാധ്യത കാണുന്ന ആ പ്രദേശത്ത് ആ കുട്ടീനെ മാറ്റി നിർത്തി ഞങ്ങളുടെ കണ്ണുപെടാതെ എന്തെങ്കിലും സംവിധാനത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം. ഓക്കെ, മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ഇത്രയും നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഞാൻ തുടക്കത്തിൽ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഇതാ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ആളുകൾ. എല്ലാവരും ഒരേ കാര്യം പറയുന്നു. അതായത് ഈ പെൺകുട്ടിയെ കണ്ടുകിട്ടിയ സ്ഥലത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇനി അപ്പുറത്തെ സൈഡ് ഈ പെൺകുട്ടി പോയി മരിച്ച് കിടക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മേളിൽ ഈ പെൺകുട്ടി വലിഞ്ഞു കയറണം. അതിനുള്ള സമയമൊന്നും ഒറ്റയ്ക്ക് ഒരിക്കലും ആ പെൺകുട്ടി അത് ചെയ്യത്തുമില്ല. മനസ്സിലായോ? കൂടാതെ അവരുടെ കൂടെ ആ പെൺകുട്ടിയുടെ കൂടെ ഓൾറെഡി 2 പേരുണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിയ സമയത്ത് പെട്ടെന്നാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. ഒരിക്കലും ആ പെൺകുട്ടി ആ ഒരു ഗ്യാപ്പിൽ ഇവരോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് അപ്പുറത്തെ മലമണ്ട് വലിഞ്ഞു കയറാൻ പോകത്തില്ല. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ, ഇല്ലേ? ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ആ പെൺകുട്ടിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോലീസ് അങ്ങോട്ട് ചെല്ലണം, കൂടുതലായിട്ട് അന്വേഷിക്കാൻ. അത് കുടുംബം ഇനി മുന്നോട്ട് ഈ ഒരു കേസുമായി പോകുന്ന അനുസരിച്ചിരിക്കും. കുടുംബം മുന്നോട്ടേക്ക് പോട്ടെ, ആ പെൺകുട്ടി നീതി കിട്ടട്ടെ അവൾക്ക്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ പോലീസുകാരെ കൊണ്ടൊന്നും നടക്കുമെന്ന് വലിയ പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയോ.